ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്ലൈൻഡ് ഫോൾഡറിൻ്റെ ഒറോസ്കോ മെത്തഡാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ണടച്ച് ക്യൂബ് സോൾവ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അതിന് വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സാമ്പിൾ സോൾവ്സിന് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പഠിക്കാവുന്നതാണ്. വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കോർണേഴ്സ് സോൾവ് ചെയ്യാൻ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള മെത്തഡാണ് ഒറോസ്കോ മെത്തഡ്. ഇത് നമ്മുടെ ഓൾഡ് പോക്ക്മാൻ മെത്തഡ് പോലെ ഒരു അൽഗോരിതം തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു സ്റ്റെപ്പല്ല. ഇവിടെ നമ്മൾ കമ്പ്യൂട്ടേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അത് പറഞ്ഞാൽ ജസ്റ്റ് 2-3 പീസസ് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്സ് അത്ര അർത്ഥം വരുന്നുള്ളൂ. ഇവിടെ നമുക്ക് ഈസി ആയിട്ട് ഓരോ കോറസും സോൾവ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ 3 പീസസ് ആണ് ഉള്ളത്. നമ്മുടെ ബഫർ പീസ്, അതായത് സി പൊസിഷനാണ്, UFR. ഇതാണ് ബഫർ. പിന്നെ അതിന് ടാർഗറ്റ് എവിടെയാണോ അത്, ഇവിടെ G ആണ് ടാർഗറ്റ്. പിന്നെ അടുത്തൊരു പീസ് കൊണ്ട് ആഡ് ചെയ്യണം, അത് ഹെൽപ്പർ പീസാണ്. ഇതാണ് B ആണ് ഹെൽപ്പർ പീസ്. നമ്മൾ ഓരോരോ മൂവ്സും സോൾവ് ചെയ്യുമ്പോഴും ഈ ഹെൽപ്പർ പീസിൻ്റെ ഒരു മൂവ് ആവശ്യം വരും. പിന്നെ പറയാനുള്ളത്, നമ്മുടെ ഈ പൊസിഷനിലോട്ട് അല്ലെങ്കിൽ ഈ പൊസിഷനിലോട്ട് നമ്മുടെ ടാർഗറ്റിനെ നമ്മൾ ടോപ്പ് ലെയറിലേക്ക് എത്തിക്കണം. ഒന്നുകിൽ ഇങ്ങോട്ട് എത്തിക്കാം, ഈസി ഏതാണോ അത് എത്തിക്കണം. ഇനി പറയാൻ പോകുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമ്മൾ ഫസ്റ്റ് ടാർഗറ്റിനെ ടോപ്പ് ലെയറിലേക്ക് എത്തിക്കുന്നതിന് മുന്നേ, എവിടേക്കാണോ എത്തിക്കുന്നത് അതിന് മുന്നേ ഹെൽപ്പർ പീസ് അവിടെ എത്തിയിരിക്കണം. സെക്കൻഡ് ടാർഗറ്റ് ആണെങ്കിൽ നേരെ തിരിച്ചും. ആദ്യം ടാർഗറ്റ് അവിടെ എത്തുന്നു, എന്നിട്ട് ഹെൽപ്പർ പീസ് അങ്ങോട്ട് എത്തുന്നു. ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ റിവൈൻഡ് ചെയ്ത് കാണാം. ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടാലേ മനസ്സിലാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എക്സാമ്പിൾ സോൾവ്സ് ചെയ്യുന്നുണ്ട് ലാസ്റ്റ്, അത് ചെയ്യുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. അപ്പോൾ നമ്മളിവിടെ മെമ്മറൈസ് ചെയ്യേണ്ടത് പെയറായിട്ട് വേണം മെമ്മറൈസ് ചെയ്യാൻ. ആ പെയറിലെ ആദ്യത്തെ ടാർഗറ്റ്, ഇപ്പോൾ പറഞ്ഞ ഒന്നുകൂടി പറയാണ്, ആ പെയറിലെ ആദ്യത്തെ ടാർഗറ്റിനെ നമ്മൾ ടോപ്പ് ലെയറിലെ ഈ 2 പൊസിഷനിൽ എവിടേക്കാണോ എത്തിക്കാൻ പോകുന്നത് അതിന് മുന്നേ ഹെൽപ്പർ പീസ് അവിടെ എത്തിയിരിക്കണം. എന്നിട്ട് വേണം നമ്മൾ ആ ടാർഗറ്റിനെ അങ്ങോട്ട് എത്തിക്കേണ്ടത്. എന്നിട്ട് നമ്മളൊരു കമ്മ്യൂട്ടേറ്റർ യൂസ് ചെയ്യുന്നു, അതായത് ഇപ്പോൾ ചെയ്തതിൻ്റെ തന്നെ റിവേഴ്സ് ചെയ്യുന്നു. അപ്പോൾ പീസ് സോൾവ് ആവും. ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ പെയറിലെ സെക്കൻഡ് ലെറ്റർ ആണെങ്കിൽ ആ ടാർഗറ്റിനെ ആദ്യം അങ്ങോട്ട് എത്തിക്കുക, എന്നിട്ട് ഹെൽപ്പർ പീസിനെ ആഡ് ചെയ്യണം. ഫസ്റ്റ് പെയർ ആണെങ്കിൽ ആദ്യം ഹെൽപ്പർ പീസ് അവിടെ എത്തിയ ശേഷം മാത്രമാണ് ടാർഗറ്റിനെ അങ്ങോട്ട് കൊണ്ടുവരേണ്ടത്. സെക്കൻഡ് പെയർ ആണെങ്കിൽ ആദ്യം ടാർഗറ്റിനെ അങ്ങോട്ട് കൊണ്ടുവന്ന ശേഷം ഹെൽപ്പർ പീസിനെ ആഡ് ചെയ്യണം. നമുക്ക് ഒരു ചെറിയ എക്സാമ്പിളോടെ മനസ്സിലാക്കാം. നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. നമ്മുടെ ബഫറിലുള്ളത് G ആണ്. G ഇവിടെ എത്തി കഴിഞ്ഞാൽ ഇത് പോകേണ്ടത് Tയിലോട്ട് പോകണം. ഇത് നമ്മൾ ബഫർ പീസിന് എത്തി. ആ 2 പീസസ് ഇവിടെ സോൾവ് ചെയ്യാനുള്ളൂ. ഇനി ആ ടാർഗറ്റിനെ ടോപ്പ് ലെയറിലേക്ക് എത്തിക്കേണ്ട കാര്യം പറയാം. നമുക്ക് ഡയറക്റ്റ്ലി ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം അപ്പോൾ നമ്മുടെ ഈ ടോപ്പ് ലെയറിലെ ബാക്കി പീസസ് ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ടാവും. അങ്ങനെ പാടില്ല. സോ ഇതിനെ ഇങ്ങോട്ട് എത്തിക്കണം. R' ചെയ്ത് കഴിഞ്ഞാൽ ഈ പീസ് മാത്രമേ ഇങ്ങോട്ട് എത്തും. പക്ഷെ നമ്മൾ എത്തിക്കരുത്, കാരണം നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ എത്തുന്നതിന് മുന്നേ ഹെൽപ്പർ പീസ് അവിടെ എത്തിയിരിക്കണം. സോ അത് നമ്മൾ ഈ ഹെൽപ്പർ പീസിനെ ഇങ്ങോട്ട് വയ്ക്കുന്നു, എന്നിട്ട് ഇതിനെ ഇങ്ങോട്ട് എത്തിക്കാം. ഇനിയാണ് നമ്മൾ ആ കമ്മ്യൂട്ടേറ്റർ യൂസ് ചെയ്യേണ്ടത്. അത് പറഞ്ഞാൽ ഇപ്പോൾ ചെയ്തതിനെ അങ്ങനെ റിവേഴ്സ് ചെയ്യാം. ആദ്യം നമ്മൾ ഹെൽപ്പർ പീസിനെ ഇങ്ങോട്ട് വെച്ചു, U ചെയ്തു, അപ്പോൾ അതിനെ U' ചെയ്തു, എന്നിട്ട് ഇതിനെ ഇങ്ങോട്ട് എത്തിച്ചതിനെ റിവേഴ്സ് ചെയ്യാൻ എത്തിക്കാം. അപ്പോൾ ആ പീസ് സോൾവ് ആയി. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് പറയുന്നത് T ആയിരുന്നു. T ഇപ്പോൾ ഹെൽപ്പർ പീസിലെത്തിയിട്ടുണ്ടാവും. അടുത്തായിട്ട് നമ്മൾ ടീൻ്റെ ലൊക്കേഷനെ ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റും, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ആദ്യം അങ്ങോട്ട് എത്തിക്കാം, എന്നിട്ട് ഹെൽപ്പറിനെ അങ്ങോട്ട് കൊണ്ടുവരാം. സോ ടീനെ ഇങ്ങോട്ട് ഈസി എത്തിക്കാൻ F', എന്നിട്ട് ഹെൽപ്പറിനെയും അങ്ങോട്ട് കൊണ്ടുവരുന്നു, എന്നിട്ട് ഈ ചെയ്ത് തന്നെ റിവേഴ്സ് ചെയ്യാം. ആദ്യം അതിനെ അങ്ങോട്ട് കൊണ്ടുപോയി, എന്നിട്ട് നമ്മൾ ഹെൽപ്പറിനെ കൊണ്ടുവന്നതിനെ പഴയ പോലെ കൊണ്ടുപോയി വെച്ചു. ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ചെറിയ എക്സാമ്പിളൂടെ നോക്കാം. സോ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് B ആണ്. B എവിടെ എത്തിക്കഴിഞ്ഞാൽ H ആണ്. ഇത് ബഫർ പീസിനെത്തി. അപ്പോൾ ആ ഒരു ഓർഡർ കഴിഞ്ഞു. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ ഈ പീസ് എത്തിക്കഴിഞ്ഞാൽ, ഇത് ഹെൽപ്പർ പീസ് ആണല്ലോ, ഹെൽപ്പർ പീസിൽ ഏതെങ്കിലും ലെറ്റർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് B, Q,
എൻ. ഈ മൂന്നിൽ ഏതെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പീസ് ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ അടുത്ത പീസിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ പെയറിലെ ഫസ്റ്റ് ലെറ്റർ ഏതായിരുന്നു? ബി. അത് നമ്മളൊന്നും ചെയ്യണ്ട, അടുത്ത ലെറ്റർ എച്ച് ആണ്, സെക്കൻഡ് ആണ്. അപ്പോൾ നമ്മുടെ പെയറിലെ സെക്കൻഡ് ലെറ്റർ ചെയ്യുമ്പോൾ ആദ്യം ടാർഗറ്റിനെ ടോപ്പ് ലെയറിലേക്ക് എത്തിക്കുന്നു, എന്നിട്ടാണ് ആ ഒരു ഹെൽപ്പർ പീസിനെ അങ്ങോട്ട് വെക്കേണ്ടത്. സോ ഈ എച്ച് എന്നുള്ള ലെറ്ററിനെ നമുക്ക് ഈസിലി ഇങ്ങോട്ട് എത്തിക്കുന്നതിനേക്കാൾ എളുപ്പം ഇങ്ങോട്ട് എത്തിക്കുന്നതാണ്. ആർ ഡി പ്രൈം ആർ പ്രൈം ചെയ്ത് കഴിഞ്ഞാൽ ഈ എച്ച് എന്നുള്ളത് ഇവിടെ എത്തും. ഇവിടെ ആൾറെഡി നമ്മുടെ ഹെൽപ്പർ പീസ് ഉണ്ട്. സോ ആദ്യം ബഫറിനെ അങ്ങോട്ട് മൂവ് ചെയ്യണം. കാരണം സെക്കൻഡ് പെയർ അവിടെ എത്തിയ ശേഷമാണ് ഹെൽപ്പർ പീസ് അവിടെ എത്താൻ പാടുള്ളൂ. സോ ആദ്യം നമ്മൾ ബഫർ പീസിനെ അങ്ങോട്ട് വെക്കുന്നു, എന്നിട്ട് ഈ എച്ചിനെ ഇങ്ങോട്ട് എത്തിക്കുന്നു, എന്നിട്ട് നമ്മൾ ഇപ്പോൾ ചെയ്തതിനെ റിവേഴ്സ് ചെയ്യുന്നു. ഫസ്റ്റ് യു പ്രൈം ചെയ്തതിനെ യു ചെയ്യുന്നു, ദെൻ ഈ എച്ചിനെ ഇങ്ങോട്ട് തിരിച്ചെത്തിക്കുന്നു. ഇത്രേ ഉള്ളൂ. ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണമെന്നില്ല, ഐദർ ഇങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട്, എപ്പോഴായാലും നമ്മൾ ആ ഓർഡർ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ എങ്ങോട്ടാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, ഫസ്റ്റ് പെയർ ആണെങ്കിൽ ആദ്യം ഹെൽപ്പറിനെ അങ്ങോട്ട് എത്തിച്ച ശേഷം ടാർഗറ്റിനെ കൊണ്ടുവരിക. സെക്കൻഡ് പെയർ ആണെങ്കിൽ, പെയറിലെ സെക്കൻഡ് ടാർഗറ്റ് ആണെങ്കിൽ ആദ്യം ടാർഗറ്റിനെ അങ്ങോട്ട് എത്തിച്ച ശേഷം ഹെൽപ്പർ പീസിനെ അങ്ങോട്ട് കൊണ്ടുവരിക, എന്നിട്ട് ഇത് ചെയ്ത് തന്നെ റിവേഴ്സും ചെയ്യുക. അത്രേ ഉള്ളൂ. ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ടാർഗറ്റ് ബോട്ടം ഫേസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ, അതായത് യു വി ഡബ്ല്യു എക്സ്, ഇവിടെ ഉള്ളത് യു ആണ്. അതെങ്ങനെയെന്ന് പറയാം. സോ അതാണെങ്കിൽ ആദ്യം നമ്മൾ ഈ ഏത് പീസാണുള്ളത് അതിനെ നമ്മൾ വി പൊസിഷനിലോട്ട് കൊണ്ടുവന്ന് വെക്കണം. എന്നിട്ട് ഈ ഒരു അൽഗോരിതം ചെയ്യണം. അതിന് മുന്നേ ഇവിടുത്തെ ഫസ്റ്റ് പെയർ ആണ്. സോ ആദ്യം ഹെൽപ്പർ പീസിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കുന്നു, ദെൻ ഇതിനെ വി പൊസിഷനിലോട്ട് കൊണ്ടുവയ്ക്കുന്നു, എന്നിട്ട് ഈ അൽഗോരിതം ചെയ്യാം. R2 ഡി പ്രൈം, R2 ഡി, R2, എന്നിട്ട് ഹെൽപ്പറിനെ കൊണ്ടുവച്ചതിനെ റിവേഴ്സ് ചെയ്യണം. ഈ മൂവ് റിവേഴ്സ് ചെയ്യാം. R2 ഡി പ്രൈം, R2 ഡി, R2. ദെൻ ആദ്യം നമ്മൾ ഇതിനെ വിയിലോട്ട് വെച്ചതിനെ റിവേഴ്സ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത ടാർഗറ്റ് ഉള്ളത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് എഫ് ആണ്. പിന്നെ പറയാനുള്ളത് ഈ രണ്ട് ടാർഗറ്റ്, അതുപോലെ തന്നെ ഈ രണ്ട് ടാർഗറ്റ്, ഇ എഫ് ഐ ആർ, ഈ 4 ടാർഗറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ജിനെ ഇങ്ങോട്ട് എത്തിക്കാൻ അറിയാലോ, ആർ പ്രൈം ഡി ആർ. അപ്പോൾ നിങ്ങൾക്ക് എഫിനെ ബോട്ടം ലെയറിൽ എത്തിക്കാനും ഈസി അല്ലേ. ഇത് ഇങ്ങനെ ചെയ്യുന്ന പോലെ ഇതിനെ ഇങ്ങോട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ 4 ടാർഗറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഹെൽപ്പറിനെയും ബഫറിനെയും നേരെ R2 ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും ബോട്ടം ലെയറിലെത്തി. എന്നിട്ട് ഇതിനെ ഇങ്ങോട്ടോ എങ്ങോട്ടോ വെച്ചാൽ മൂവ് ചെയ്യാം, അതിനനുസരിച്ച് ചെയ്യുകയും ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, ആദ്യം നമ്മുടെ ബഫറുള്ളത് ഫ്രണ്ട് സൈഡിലായിരുന്നു. ഇപ്പോൾ R2 ചെയ്ത് ബോട്ടം ലെയറിലേക്ക് എത്തിച്ചപ്പോൾ ബഫർ ബാക്ക് സൈഡിലെത്തി, ഹെൽപ്പർ ഫ്രണ്ട് സൈഡിലും എത്തിയിട്ടുണ്ടാവും. ഇനി നമ്മുടെ അടുത്ത ടാർഗറ്റ് ആയിട്ടുള്ള എഫ് നോക്കാം. ആദ്യം R2 ചെയ്തു. എഫ് സെക്കൻഡ് ടാർഗറ്റ് ആണ്, പെയറിലെ സെക്കൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മുടെ ബഫർ പീസിലോട്ട് എഫിനെ എത്തിക്കണം, എന്നിട്ട് ഹെൽപ്പർ അങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മുടെ എഫിനെ ഈസി ആയിട്ട് ഇങ്ങോട്ടാണ് എത്തിക്കാൻ പറ്റുക. ഇവിടെ ആൾറെഡി ഉള്ളത് ഹെൽപ്പർ പീസാണ്. സോ ആദ്യം ബഫറിനെ ഇങ്ങോട്ട് വെച്ചു, എന്നിട്ട് എഫിനെ ബോട്ടം ലെയറിലോട്ട് എത്തിച്ചു, എന്നിട്ട് ആ പൊസിഷനിലോട്ട് ഹെൽപ്പറിനെയും കൊണ്ടുവന്ന് വയ്ക്കുന്നു. ഇപ്പോൾ ചെയ്തതിനെ റിവേഴ്സ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ആദ്യം R2 ചെയ്തതിനെ റിവേഴ്സും ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ ഐ ആണെന്നുണ്ടെങ്കിൽ ആർ പ്രൈം U2 ആർ ചെയ്താൽ ഇവിടെ എത്തും. അപ്പോൾ ഹെൽപ്പറിൻ്റെയും ബഫറിൻ്റെയും ലൊക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാവുന്നുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. ഇതാദ്യം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും, പക്ഷേ അത് ഒന്ന് ചെയ്ത് ശീലമായി കഴിഞ്ഞാൽ റെഡിയാവും. ഇനി നമ്മൾ ടാർഗറ്റ് എയും ഡിയും ആണെങ്കിൽ എന്ത് ചെയ്യേണ്ടതെന്നുള്ള പറയാൻ പോകുന്നത്. എ ആണെങ്കിൽ രണ്ട് കേസിൽ വരാം. നമ്മുടെ പെയറിൽ ഫസ്റ്റ് ആയിട്ടും വരാം, സെക്കൻഡ് ആയിട്ടും വരാം. ഫസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ബഫർ പീസിൽ നിന്ന് ഇങ്ങോട്ട് പോകണം. അപ്പോൾ ഇവിടെയുള്ള പീസ് നമ്മുടെ ഹെൽപ്പർ പീസിൽ എത്തണം. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് വരും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എ ബി പേം ആണ്.
ഇനി പെയറിൽ സെക്കൻഡാ വന്നിട്ടുണ്ടെങ്കിൽ എ പെം ചെയ്യണം, കാരണം അപ്പോൾ ഇത് ഇവിടെ ആയിരിക്കും, ഈ ഒരു മൂവ്മെന്റ് വരണം. ഇനി ഡി ആണെങ്കിൽ ഡി പെയറിൽ ഫസ്റ്റ് ആയിട്ട് വന്നെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകണം, അപ്പോൾ ഇവിടെയുള്ള പീസ് ഓട്ടോമാറ്റിക്കലി ഇവിടെ എത്തും. സോ നമ്മൾ ക്യൂബ് ഒന്ന് ഇങ്ങോട്ട് ടേൺ ചെയ്ത് വെച്ചിട്ട് എ ബി പെം ചെയ്യാം. പെയറിൽ സെക്കൻഡായി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും, ഇവിടെ നിന്ന് ഇങ്ങോട്ട്, അപ്പോൾ ഇവിടെ ഉള്ളത് ഇങ്ങോട്ടും വരും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ടേൺ ചെയ്ത് പിടിച്ചിട്ട് തന്നെ എ പെം ചെയ്യണം, അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സ്ക്രാമ്പിൾ. ഗ്രീൻ ഫ്രണ്ടും വൈറ്റ് ടോപ്പും വെച്ചാണ് സ്ക്രാമ്പിൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് ഉള്ളത് ബഫർ പീസിലുള്ളത് എൻ ആണ്. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. നമ്മുടെ ഈ പീസ് ഏതെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് സ്കിപ്പ് ചെയ്ത് അടുത്ത പീസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഇവിടെ എൻ ആണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ അടുത്തത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല, കാരണം നമ്മുടെ ഈ പീസ് നമ്മൾ സ്കിപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പീസിൻ്റെ ടോപ്പ് ലെയറിൽ ഏതാണോ അത് വെച്ച് വേണം അടുത്ത സ്റ്റാർട്ട് ചെയ്യാൻ. സോ ഇവിടെ എൻ കിട്ടി, അപ്പോൾ നമ്മൾ ഇതിന് പകരം ഇത് വെച്ച് ചെയ്യുന്നു. ടോപ്പ് ലെയറിൽ ഏതാണോ അതാണ് ചെയ്യേണ്ടത്. ഇത് ജി ആണ്. ഇതിവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് ആർ ആണ്. ആർ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എസ്, ദെൻ കെ, ദെൻ ടി. സോ ഇതാണ് നമ്മുടെ ലെറ്റേഴ്സ്. സോ ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ പീസാണ് ഫസ്റ്റ് ഉള്ളത്, എൻ ആണ്. ഈ പീസ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ സ്കിപ്പ് ചെയ്യാം, അടുത്ത പീസിലോട്ട് മൂവ് ചെയ്യാം. അടുത്ത് ജി ആണ്. ജി പെയറിൻ്റെ സെക്കൻഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ആദ്യം ജീനെ ഇങ്ങോട്ട് എത്തിക്കുന്നു, അടുത്ത ഹെൽപ്പറിനെയും കൂടി അങ്ങോട്ട് എത്തിക്കുന്നു, ദെൻ റിവേഴ്സ് ചെയ്യുന്നു. റിവേഴ്സ്, രണ്ടും മൂവും റിവേഴ്സ് ചെയ്യുന്നു. അടുത്തത് ആറാണ്. അപ്പോൾ ഈ 4 ടാർഗറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. സോ നമുക്ക് R2 സെറ്റപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ബഫർ പീസ് ബാക്ക് സൈഡിൽ എത്തിയിട്ടുണ്ട്, ഇവിടെയുള്ള ഹെൽപ്പർ പീസ് ഫ്രണ്ടിലും എത്തിയിട്ടുണ്ട്. ഇനി ആറിനെ നമ്മൾ ബോട്ടം ലെയറിലേക്ക് എത്തിക്കണം. ആറിനെ ഈസി ആയിട്ട് ഇവിടെ എത്തിക്കാം. അതിനു മുന്നേ ഹെൽപ്പർ പീസിനെ ഇവിടെ എത്തിക്കണം. ഹെൽപ്പർ ആൾറെഡി ഇവിടെ ഉണ്ട്. സോ ആറിനെ ഇങ്ങോട്ട് എത്തിക്കാം. എന്നിട്ട് ബഫർ പീസിനെ അങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ദെൻ റിവേഴ്സ് ചെയ്യുന്നു. ബഫറിനെ പഴയ പോലെ വെച്ചു, ദെൻ R2 സെറ്റപ്പ് മൂവ് റിവേഴ്സ് ചെയ്യുന്നു. അടുത്തത് എസ് ആണ്. എസ് സെക്കൻഡാണ് പെയറിൽ വന്നിട്ടുള്ളത്. സോ ആദ്യം എസിനെ ഇങ്ങോട്ട് എത്തിക്കാം, ദെൻ ഹെൽപ്പർ പീസിനെ ഇങ്ങോട്ട് എത്തിക്കാം, ദെൻ അത് റിവേഴ്സ് ചെയ്യാം. എസിനെ ഇങ്ങോട്ട് എത്തിച്ചു, ദെൻ ഹെൽപ്പർ പീസിനെ അങ്ങോട്ട് വെച്ചു, ദെൻ ഈ രണ്ടും റിവേഴ്സ് ചെയ്യാം. പിന്നെ ആദ്യം പറയാൻ വിട്ടുപോയതാണ്, നമ്മുടെ ഈ പീസ് ഇത് ഇവിടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യാനുള്ളത് ഏറ്റവും ലാസ്റ്റ് പറയാം എങ്ങനെയാണെന്ന്. അടുത്തത് കെ ആണ്. സോ കെനെ ഇങ്ങോട്ട് എത്തിക്കുന്നതിന് മുന്നേ ഹെൽപ്പർ പീസിനെ അങ്ങോട്ട് വെക്കണം, ദെൻ ഈ കെനെ ഇങ്ങോട്ട് എത്തിക്കാം. ഡി പ്രൈം ആർ പ്രൈം ഡി ആർ, ദെൻ റിവേഴ്സ് ചെയ്യുന്നു, റിവേഴ്സ് ചെയ്യുന്നു. രണ്ട് മൂന്ന് റിവേഴ്സ് ചെയ്യാം. അടുത്തത് ടി ആണ്. സോ ഇത് പെയറിലെ സെക്കൻഡ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇതിനെ ഇങ്ങോട്ട് എത്തിക്കാം, ദെൻ ഹെൽപ്പർ പീസിനെ അങ്ങോട്ട് വെക്കുന്നു, ആദ്യം ചെയ്ത് റിവേഴ്സ് ചെയ്യുന്നു, ഹെൽപ്പറിനെ അങ്ങോട്ട് എത്തിച്ചും റിവേഴ്സ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, നമ്മൾ ആദ്യം പറഞ്ഞു ഇവിടെ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് കിട്ടിയിട്ടുള്ളത് എൻ ആണ്. അതായത് എൻ എന്ന് പറയുന്നത് ഏറ്റവും ഇവിടെ വരും, കണ്ടാൽ അറിയാലോ. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ഇതൊരു ആൻറ്റി ക്ലോക്ക് വൈസ് ഒരു റൊട്ടേഷൻ ട്വിസ്റ്റ് ചെയ്യണം. പിന്നെ ഇതും നമുക്കറിയാം, ഇത് ആൾറെഡി ആദ്യം പറഞ്ഞു. അപ്പോൾ ഇതും ആൻറ്റി ക്ലോക്ക് വൈസ് ഒരു തവണ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതും ഒരു തവണ ആൻറ്റി ക്ലോക്ക് വൈസ് ടേൺ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ലാസ്റ്റ് കോർണേഴ്സ് മാത്രം ട്വിസ്റ്റ് ചെയ്യാനുള്ള കേസാണ് വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്നറിയാമെന്ന് വിചാരിക്കുന്നു. എന്നാലും ഒന്നുകൂടി പറയാം, നമുക്ക് ഇങ്ങനെ പിടിക്കാം. അപ്പോൾ നമുക്ക് ബേസിക്കായിട്ട് കുറച്ചുകൂടി മനസ്സിലാവും. നമ്മുടെ ബിഗിനേഴ്സ് മെത്തേഡിൽ ചെയ്ത പോലെ തന്നെ ഇതിനെ 2 തവണ ടേൺ ചെയ്യണം. സോ നമ്മുടെ ആർ യു ആർ പ്രൈം യു പ്രൈം അത് 4 തവണ ചെയ്യണം. ഇതിനെയും 4 തവണ ചെയ്യണം, ഇതിനെയും 4 തവണ ചെയ്യണം. അപ്പോൾ ടോട്ടൽ എത്രയായി?
ടോട്ടൽ 12 തവണ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, കാരണം ആർ യു ആർ പ്രൈം യു പ്രൈം അത് 6 തവണ ചെയ്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ എല്ലാം നോർമൽ പൊസിഷനിലെത്തും. സോ ഇതന്നെ നമ്മൾ നേരെ അതിൻ്റെ റിവേഴ്സാണ് ചെയ്യാൻ പോകുന്നത്, അപ്സൈഡ് ഡൗൺ. അതൊന്ന് കാണിക്കാം. ഇവിടെ നമ്മുടെ ആർ യു ആർ പ്രൈം യു പ്രൈം ഒന്നുകിൽ അത് 4 തവണ ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ റിവേഴ്സ് 2 തവണ ചെയ്യാം. യു ആർ യു പ്രൈം ആർ പ്രൈം. അപ്പോൾ അത് കറക്റ്റ് വന്നു. ഇനി അടുത്ത പീസിനെ വയ്ക്കുന്നു, അതും ചെയ്യുന്നു. അടുത്തത് ഇനി ഇത് തന്നെ ഇങ്ങനെ വന്നാൽ എങ്ങനെ ചെയ്യാമെന്ന് കാണിക്കാം. നമ്മളതിൻ്റെ നേരെ അപ്സൈഡ് ഡൗൺ വേർഷൻ ചെയ്താൽ മതി. യു ആർ യു പ്രൈം ആർ പ്രൈമിന് പകരം ഇവിടെ ഡി പ്രൈം ആർ പ്രൈം ഡി ആർ അത് 2 തവണ ചെയ്യാം. അപ്പോൾ അത് കറക്റ്റ് വന്നു. ഇനി അടുത്ത ടാർഗറ്റ് വയ്ക്കുന്നു. ദെൻ അടുത്തത്. ഇതൊന്നുകൂടി പറയാമ്പോൾ ഒന്നുകൂടി ആ 2 കേസ് മാത്രം പറയാം. അപ്പോൾ ഈ കോർണർ ട്വിസ്റ്റിൻ്റെ കാര്യം ഒന്നുകൂടി പറയാം. നമ്മുടെ വേറെ ഒരു കോർണറും ട്വിസ്റ്റ് ചെയ്യാനില്ലെങ്കിൽ ഈ 2 മാത്രമാണെങ്കിലുള്ള കേസാണ് പറയാൻ പോകുന്നത്. ഇവിടെ ബി ആണ് നമ്മുടെ ഈ പീസിലെ ടാർഗറ്റ് വന്നിട്ടില്ലെങ്കിൽ വൈറ്റ് ടോപ്പ് വരും. അപ്പോൾ ഇതും വൈറ്റ് ടോപ്പ് വരും, ഒന്നും ചെയ്യേണ്ടാവില്ല. എന്നാണ് വന്നതെങ്കിൽ എന്നിൻ്റെ പൊസിഷനിലുള്ള റെഡ് ടോപ്പിൽ വരും. അപ്പോൾ നമുക്കറിയാം ഇതൊന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ടേൺ ചെയ്യണം. ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്നാണ് വന്നിട്ടുള്ളതെങ്കിൽ ഇത് ക്ലോക്ക് വൈസ് ഒരു തവണ ടേൺ ചെയ്യാനായിരിക്കും. സോ ഈ മൂവ് ചെയ്യാം. ഡി പ്രൈം ആർ പ്രൈം ഡി ആർ അത് 2 തവണ ചെയ്താൽ ഇത് സോൾവ് ആവും. എന്നിട്ട് ആ പീസിനെ ഇങ്ങോട്ട് വയ്ക്കുന്നു. ഇപ്പം ചെയ്തതിന് തന്നെ റിവേഴ്സ് ചെയ്യാം. ഇനി ഇവിടെ ക്യൂ ആണ് വന്നിട്ടുള്ളതെങ്കിൽ ഈ ബ്ലൂ ആണ് ടോപ്പിൽ വരാം. അപ്പോൾ ഈ പീസ് ഒന്ന് ക്ലോക്ക് വൈസും ടേൺ ചെയ്യേണ്ടി വരും, ഇതൊന്ന് ആൻറ്റി ക്ലോക്ക് വൈസും ടേൺ ചെയ്യേണ്ടി വരും. സോ നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ ഒന്ന് റിവേഴ്സ് ചെയ്താൽ മതി. ഇവിടെയാണെങ്കിൽ ആർ പ്രൈം ഡി പ്രൈം ആർ ഡി 2 തവണ ചെയ്യാം. അടുത്ത പീസ് വെച്ചിട്ട് ഡി പ്രൈം ആർ പ്രൈം ഡി ആർ. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി പറയാൻ പോകുന്നത് പാരിറ്റിയെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ M2 മെത്തേഡിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഓഡ് നമ്പർ ഓഫ് ടൈംസ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കേസ് വരും. അപ്പോൾ നമ്മൾ പാരിറ്റി അൽഗോരിതമായിട്ട് ചെയ്യേണ്ടത് ഡി ആർ ടു ഡി പ്രൈം M2. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ 2 എഡ്ജസ് ഇൻ്റർചേഞ്ച് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇനി ഒറോസ്കോയിലെ എല്ലാ കോർണേഴ്സും ചെയ്ത ശേഷം, കോർണേഴ്സ് ട്വിസ്റ്റ് ചെയ്യാനുള്ളത് ഏറ്റവും ലാസ്റ്റ്, അതിന് മുന്നേ കോർണേഴ്സ് എല്ലാം സോൾവ് ചെയ്ത ശേഷം ഒരു JA പം ചെയ്യണം. അപ്പോൾ കറക്റ്റ് വരും. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ വീഡിയോ ഒരു തവണ കണ്ടതും കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല, റിപ്പീറ്റ് ചെയ്ത് കാണേണ്ടി വരും ചിലപ്പോൾ. പിന്നെ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും ചെയ്യുള്ളൂ. വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം മനസ്സിലാവില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളിതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യുക. കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.